നാം ഇന്ന് പറയാൻ പോകുന്നത് സുബ്ഹിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം, അതിനുശേഷം ചൊല്ലേണ്ട ദിക്ർ, നിസ്കാരത്തിൽ ഓതേണ്ട സൂറത്തുകൾ എല്ലാം നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സുബ്ഹിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം. വലിയ പുണ്യമുള്ള നിസ്കാരമാണ്. നിങ്ങൾക്കറിയാമല്ലോ, റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ 22 അതിൽ മുഅക്കദായത് 10 ആ 10 ഏറ്റവും ശ്രേഷ്ഠമായത് റവാത്തിബ് സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഫർള് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ. അതിൽ ഏറ്റവും മുഅക്കദായത് 10. ആ 10 ഏറ്റവും പുണ്യമായത് സുബ്ഹിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരമാണ്. സുബ്ഹിന് മുമ്പുള്ള ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അത് വലിയ മഹത്വമുള്ള, വലിയ പുണ്യമുള്ള നിസ്കാരമാണ്. ഒരിക്കലും നാം നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. അതിൻ്റെ സമയമെന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം, പലരും ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നത്. സുബ്ഹ് ബാങ്കിന് ശേഷം, സുബ്ഹ് നിസ്കാരത്തിന് മുമ്പായിട്ടാണ് ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കേണ്ടത്. അതാണ് അതിൻ്റെ സമയം. അപ്പോഴാണ് അതിൻ്റെ സമയം പ്രവേശിക്കുക. സുബ്ഹ് ബാങ്ക് വിളിച്ചത് മുതൽ സുബ്ഹ് ബാങ്കിന് ശേഷം സുബ്ഹ് നിസ്കാരത്തിന്, ഫർള് നിസ്കാരത്തിന് മുമ്പായിട്ട്, സുബ്ഹ് എന്ന ഫർള് നിസ്കാരത്തിന് മുമ്പായിട്ട് നിസ്കരിക്കേണ്ട നിസ്കാരമാണ് സുബ്ഹിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. അതാണ് അതിൻ്റെ സമയം എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളിൽ പെട്ടതാണ് ഈ സുബ്ഹിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം എന്ന് പറയുന്നത്. അതിൻ്റെ നിയ്യത്ത് എന്ന് പറയുന്നത് ഉസല്ലി സുന്നത്ത ഖബ്ല സുബ്ഹി റക്അത്തൈനി ലില്ലാഹി തആല എന്ന് വെച്ചാൽ മതി. അതാ ആണെന്നും ഖിബ്ലക്ക് മുന്നിട്ടാണെന്നും എന്നൊക്കെ കരുതൽ എന്താണ്, സുന്നത്താണെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിയ്യത്ത് ഉസല്ലി സുന്നത്ത ഖബ്ല സുബ്ഹി റക്അത്തൈനി ലില്ലാഹി തആല എന്ന് കരുതിയാലും മതി. ഇനി അതാ ആയിട്ടാണെങ്കിൽ അതാ എന്നും, അതുപോലെ തന്നെ ഖിബ്ലക്ക് മുന്നിട്ട് എന്നൊക്കെ കരുതൽ സുന്നത്തുണ്ട്. അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിസ്കാരത്തിൽ ഓതേണ്ട സൂറത്തുകൾ, പ്രത്യേകം സുന്നത്തായ സൂറത്തുകളുണ്ട് നിസ്കാരത്തിൽ ഓതാൻ. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതേണ്ട സൂറത്ത്, സുന്നത്തായ സൂറത്ത് എന്ന് പറയുന്നത് സൂറത്തു ഷർഹ്, അലം നശ്റഹ് ലക സദ്റക് എന്നുള്ള ആ സൂറത്താണ് ഓതേണ്ടത്. അതിനുശേഷം സൂറത്തു ഷർഹിന് ശേഷം പിന്നെ നമ്മൾ ഓതേണ്ടത് കാഫിറൂൻ, കുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂറത്ത് ഓതേണ്ടത് ആദ്യത്തെ റക്അത്തിൽ. ഇനി രണ്ടാമത്തെ റക്അത്തിലേക്ക് പ്രവേശിച്ചാൽ ആദ്യം ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഫീൽ, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്നുള്ള തുടങ്ങുന്ന ആ സൂറത്ത് എന്ത് ചെയ്യുക, സൂറത്തുൽ ഫീൽ പാരായണം ചെയ്യുക. അതിനുശേഷം സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് പാരായണം ചെയ്യുക. ഇതാണ് സുന്നത്തായ സൂറത്തുകൾ. ഈ സൂറത്ത് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ പാരായണം ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഈ സൂറത്തൊക്കെ ഓതി ഈ സുബ്ഹിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നമ്മൾ നിർവഹിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും. പാരത്രികമായ ലോകത്ത് ഒരുപാട് ഗുണം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കാൻ, നമ്മുടെ ദുആ സ്വീകരിക്കാൻ ഒക്കെ ഉതകുന്ന അന്നത്തെ ദിവസത്തിൽ പ്രത്യേകമായിട്ട് കിതാബുകൾ എടുത്തു പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അന്നത്തെ ദിവസത്തിൽ നമുക്കൊരു പ്രയാസം ഉണ്ടാവുകയില്ല എന്നാണ്. ആ ദിവസത്തിൽ എല്ലാ പ്രയാസവും ഇല്ലാതാക്കി കളയാനൊക്കെ ഉതകുന്ന സുന്നത്ത് നിസ്കാരമാണ് സുബ്ഹിന് മുമ്പുള്ള ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. അതെല്ലാവരും നിലനിർത്തണം. കഴിയുന്നവരൊക്കെ എന്ത് ചെയ്യണം, അത് നിർവഹിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം, സുബ്ഹ് നിസ്കാരത്തിന് മുമ്പ് എന്ത് ചെയ്യുക, സുന്നത്ത് നിസ്കരിക്കുക. സുന്നത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ചെരിഞ്ഞു കിടക്കൽ സുന്നത്തുണ്ട്. അതായത് കിബിലയിലേക്ക് മുഖമാക്കി, വലത്തെ ഭാഗത്തിൻ്റെ മേൽ ചെരിഞ്ഞു കിടന്ന് കിബിലയിലേക്ക് മുഖമാക്കിയിട്ട് എന്ത് ചെയ്യുക, കിടക്കുക. അങ്ങനെ കിടക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ആ കിടത്തത്തിൽ പ്രത്യേകം ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. ആ ദിക്റും പ്രത്യേകം ചൊല്ലൽ സുന്നത്താണെന്ന് കിതാബുകൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുമ്മ റബ്ബ ജബ്രാഈല വ ഇസ്രാഫീല വ മീകാഈല വ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഊദു ബിക മിനന്നാർ എന്നുള്ള ഈ സൂറത്ത് എന്നുള്ള ഈ ദിക്ർ എന്ത് ചെയ്യുക, ചൊല്ലുക. ഈ ദിക്ർ ആ ചെരിഞ്ഞ് ആ കിടക്കുന്ന ആ കിടത്തത്തിൽ 3 തവണ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ടെന്ന് മഹത്തുക്കൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ നിലനിർത്തുക. അല്ലാഹു തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. ഇനി ഒരാൾ സമയം കുടുസായാൽ, ഇനി ഒരാൾ പള്ളിയിലേക്ക് വരാൻ അല്ലെങ്കിൽ നിസ്കരിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് സുബഹിൻ്റെ സമയം കുടുസായി, സുബഹിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കാൻ നിന്നാൽ എന്താവും, സുബഹ് നഷ്ടപ്പെട്ടു പോകും, ഖളാ ആയി പോകും. അപ്പോൾ എന്ത് ചെയ്യണം? ആ സമയത്ത് നാം ചെയ്യേണ്ടത് നേരെ ഫർളായ സുബഹ് നിസ്കാരം നിർവഹിക്കുക.
അതിന് ശേഷം എന്ത് ചെയ്യുക, സുബഹിന് ശേഷം എന്ത് ചെയ്യുക, ആ സുന്നത്തായ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം എന്ത് ചെയ്യുക, നിർവഹിക്കുക. സുബഹി നിസ്കാരത്തിന് ശേഷം നിർവഹിക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നിയ്യത്ത് വെക്കേണ്ടത് എങ്ങനെയാണ്? ഖബ്ല സുബഹി എന്ന് തന്നെ എന്താവണം, കരുതണം. ഉസല്ലി സുന്നത്ത ഖബ്ല സുബഹി റക്അത്തൈനി ലില്ലാഹി തആല. ആ നിയ്യത്ത് എന്ത് ചെയ്യുക, ഖബ്ല സുബഹി എന്നത് തന്നെ എന്താവണം, ശേഷം നിർവഹിക്കുകയാണെങ്കിലും കരുതണം. അത് പ്രത്യേകം ഓർത്ത് വെക്കുക ഇൻഷാ അല്ലാഹ്. ഇനി പള്ളിയിലേക്ക് വരാൻ, അവിടെ ജമാഅത്ത് തുടങ്ങാൻ നിൽക്കാൻ, ആ സമയത്ത് സുബഹിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ച് ആ ജമാഅത്തിൻ്റെ ആ തക്ബീറത്തുൽ ഇഹ്റാമിൽ ഇമാമിനോട് കൂടെ പങ്കെടുക്കുക എന്നുള്ള ആ സുന്നത്ത് നഷ്ടപ്പെടും, ആ പ്രതിഫലം നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, അപ്പോൾ ജമാഅത്തിൽ എന്ത് ചെയ്യുക, പങ്കെടുക്കുക, ഇമാമിനോട് കൂടെ ജമാഅത്തിൽ പങ്കെടുക്കുക. എന്നിട്ട് സുബഹ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കുക. അപ്പോഴും നിയ്യത്ത് ഇങ്ങനെ തന്നെയാണ് കരുതേണ്ടതെന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. അങ്ങനെ സുബഹ് നിസ്കാരത്തിന് ശേഷമാണ് മുമ്പുള്ള സുന്നത്ത് നിർവഹിക്കുന്നതെങ്കിൽ ആ ചെരിഞ്ഞു കിടക്കലും ആ ദിക്ർ ചൊല്ലലും എപ്പോഴാണ് ചെയ്യേണ്ടത്? അത് നഷ്ടപ്പെടുമല്ലോ പെട്ടെന്ന് ഫർദ് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ, ജമാഅത്തുണ്ടെങ്കിൽ ജമാഅത്തിലേക്ക് പ്രവേശിച്ചാൽ. അപ്പോൾ എന്ത് ചെയ്യുക, സുബഹ് ആ ഫർദ് നിസ്കാരം, ജമാഅത്താണെങ്കിൽ ജമാഅത്ത്, അല്ലെങ്കിൽ ഫർദ് നിസ്കാരം സുബഹ് നിസ്കാരം നിർവഹിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, 2 റക്അത്ത് സുബഹിന് മുമ്പുള്ള ആ സുന്നത്ത് നിസ്കാരം എന്ത് ചെയ്യുക, നിസ്കരിക്കുക. അതിനുശേഷം ചെരിഞ്ഞു കിടക്കുകയും അതുപോലെ തന്നെ ഈ ദിക്ർ ചൊല്ലുകയും ചെയ്യുക ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരും അവൻ്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ നിസ്കാരങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിർവഹിക്കുക. അതൊക്കെ വലിയ പുണ്യമുള്ള സുന്നത്ത് നിസ്കാരമാണ്. അപ്പോൾ അത് ജീവിതത്തിൽ നിലനിർത്താൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.